കർത്താവായ യേശുക്രിസ്തു തന്റെ പാവന രക്തം ചിന്തി സ്ഥാപിച്ച പുതിയ നിയമ ഉടമ്പടി ലിഖിത രൂപത്തിലാക്കിയപ്പോൾ അബ്രഹാമിന്റെ പേര് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് എഴുതി തുടങ്ങാൻ ദൈവം വിശ്വസ്തത കാണിച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ ഭവനത്തിന്റെ അങ്കണം സുവിശേഷ ഘോഷണത്തിന് വേണ്ടി തുറന്നു കൊടുത്ത് വിട്ടുകൊടുത്ത ഈ ഭവനം ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ദൈവനാമത്തിന് വേണ്ടി കാണിക്കുന്നതൊന്നും ചെയ്യുന്നതൊന്നും വൃഥാവിലായി പോകത്തില്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവനാലും ശുശ്രൂഷിക്കുന്നവനാലും ദൈവത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളൊരു ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വംശാവലിയുടെ നിരവധി പ്രത്യേകതകളുണ്ട്. ഞാൻ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം. അതിനകത്ത് പ്രധാനമായും 6 ആശയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മരണത്തിന്മേലുള്ള ജയം, മനുഷ്യത്വത്തിന്റെ പ്രദർശനം, മഹനീയ രക്ഷ, മശിഹൈക ഉടമ്പടി, മടങ്ങി വരവ്, മുൻഗണനാക്രമം. 6 കാര്യങ്ങൾ ആ വംശാവലിക്കകത്ത് നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ഈ ആശയങ്ങളാണ്. അതിനകത്ത് ഒന്നാമത്തേത് മരണത്തിന്മേലുള്ള ജയമാണ്. സാധാരണ മരിച്ചുപോയ മനുഷ്യരുടെ പേര് വിവരങ്ങളാണ് വംശാവലി പട്ടികയ്ക്കകത്ത് രേഖപ്പെടുത്തുന്നതെങ്കിൽ മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വംശാവലി മരിച്ചു മൺമറഞ്ഞു പോയവരുടെ പേര് കൊണ്ട് അവസാനിക്കുന്നില്ല. മരണത്തെ തോൽപ്പിച്ചവന്റെ വംശാവലിയായിട്ട് അത് നിലനിൽക്കുകയാണ്. ലോക ചരിത്രത്തിൽ അനേക മഹാരഥന്മാർ ഉദയം കൊണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാം ചരിത്രം മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ ചരിത്രം മരണം കൊണ്ട് അവസാനിച്ചില്ല. മരണത്തെ പരാജയപ്പെടുത്തി യേശു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. 6 അടി മണ്ണിൽ അസ്തിത്വം ഒടുങ്ങിയ ഒരുവനെയല്ല, ആകാശത്തിൽ കൂടി കടന്നുപോയ ആരാധ്യനായ ഒരുവനെയാണ് ഇന്ന് രാത്രി ഉയർത്തുന്നതെന്നതിന് അഭിമാനിക്കുകയാണ്. മരണം കൊണ്ട് അവസാനിച്ചവരുടെ പേരുകൾ കൊണ്ട് ആ വംശാവലി ഒടുങ്ങിയില്ല. മരണത്തെ തോൽപ്പിച്ചവന്റെ വംശാവലിയായിട്ട് അത് നിലനിൽക്കുന്നു. 2, മനുഷ്യത്വം വെളിപ്പെടുത്തുന്ന വംശാവലിയാണ് യേശുക്രിസ്തുവിന്റെ വംശാവലി. നമുക്കറിയാം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പരകോടിയിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ആധുനിക യുഗത്തിലും ആൾ ദൈവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ ജനിച്ച് വളർത്തപ്പെട്ട് ജീവിച്ചു വന്ന ആളുകൾ പിന്നത്തേതിൽ മനുഷ്യൻ ദൈവമായി മാറുന്ന പ്രക്രിയ അടയാളപ്പെടുത്തപ്പെടുമ്പോൾ, ഞാൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു മനുഷ്യൻ ദൈവമായതല്ല, ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ തെളിവുകൾ തേടി അലയുന്ന ആളുകളുണ്ട്. വിശുദ്ധ തിരുവചനത്തിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിന്റെ നിരവധി തെളിവുകൾ നമുക്ക് നിരത്തി വെക്കാൻ കഴിയുമെങ്കിലും ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ വിളിച്ചു പറയാം, യേശുവിന്റെ ദൈവത്വമല്ല, യേശുവിന്റെ മനുഷ്യത്വമായിരുന്നു തെളിയിക്കപ്പെടേണ്ടിയിരുന്നത്. അതിലേക്കാണ് വേദപുസ്തക എഴുത്തുകാരെല്ലാം ഒരുപോലെ വിരൽ ചൂണ്ടുവാനിടയായി തീർന്നത്. കാലങ്ങളായി പാപത്തിന്റെ അടിത്തട്ടിൽ വീണ് കിടന്ന മനുഷ്യൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഉയർത്തിവിട്ടൊരു നിലവിളിയുടെ ശബ്ദമുണ്ടായിരുന്നു. ആ നിലവിളി കേട്ട് മാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവമായിരുന്നു കർത്താവായ യേശുക്രിസ്തു. സകല മനുഷ്യരും ഒരുപോലെ പാപത്താൽ പിടിക്കപ്പെട്ട് കിടന്നപ്പോൾ പാപിയായ ഒരു മനുഷ്യന് പാപിയായ മറ്റൊരു മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയാതിരുന്നൊരു സാഹചര്യത്തിൽ ആ പരിമിതികളെ എല്ലാം മറികടന്നുകൊണ്ട് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു പാവനയാഗമായി തീർന്നു. പാപത്തിന്റെ ശിക്ഷയായി മരണത്തിന്റെ ഒരു വിധിവാചകം ദൈവിക നീതിക്ക് വേണ്ടി വെളിപ്പെട്ടപ്പോൾ അതിന്റെ മറുഭാഗത്ത് ദൈവ സ്നേഹത്തിന്റെ പ്രതിഫലനമായി കർത്താവായ യേശു മനുഷ്യരൂപത്തിലേക്ക് കടന്നു വന്നു. ആ മനുഷ്യത്വത്തിന്റെ വഴികൾ അടയാളപ്പെടുത്തുന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലി. 3, ഇത് മഹനീയ രക്ഷയെ കാണിക്കുന്നു. യഹൂദന്മാർക്ക് മാത്രം രക്ഷയെന്ന് അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ യഹൂദേതരായ ചിലരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ വംശാവലി വിപുലീകരിക്കപ്പെട്ടപ്പോൾ നമുക്കറിയാൻ കഴിയുന്നു, അതൊരു ഒരു ജാതിയിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, ഒരു വംശത്തിന് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, സർവ്വ ലോകത്തിനും രക്ഷയെന്ന ആശയം വംശാവലിക്ക് അകത്തുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. മോശയിക ന്യായപ്രമാണത്തിന്റെ സാധ്യതകൾ അനുസരിച്ച് 10ാം തലമുറ പോലും ദൈവഭാഗത്ത് വരാൻ അനുവാദമില്ലാത്തവരുടെ പേരുകൾ പോലും ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സാധ്യതകൾ ദൈവം അനുവദിച്ചു കൊടുത്തെങ്കിൽ ഒരു ജാതിക്ക് വേണ്ടി മാത്രം ഒതുങ്ങി വെക്കുന്ന ഒന്നല്ല യേശു നൽകുന്നതായിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത്. ഈ രക്ഷയുടെ മറ്റൊരു പ്രത്യേകത, അത് മനുഷ്യന്റെ പുണ്യപ്രവർത്തികളാലല്ല, പ്രത്യുത ദൈവത്തിന്റെ കൃപയാലാണ് രക്ഷ നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ആ വംശാവലിക്കകത്ത് പേര് പറയപ്പെട്ട യഹൂദരോ ആളുകളെല്ലാം നമ്മളെ പോലെ കുറവുകളുള്ള ആളുകളായിരുന്നു, സാധാരണക്കാരായ ആളുകളായിരുന്നു. പാപം ചെയ്തവരും പരാജയപ്പെട്ടു പോയവരും അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പേരുകൾ വെട്ടിമാറ്റിയില്ല, പകരം അവരുടെ പേരുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ വംശാവലി വിപുലീകരിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ പറയാം,
ഒരു യോഗ്യതയും പരിഗണിക്കാതെ സ്വത്രം ഒരുവിധമായിരിക്കുന്ന യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും നമ്മെ തമ്പുരാൻ തെരഞ്ഞെടുത്ത് തീർക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയാകണം. ഇത് മശിഹൈക ഉടമ്പടിയെ കാണിക്കുന്ന അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്വം ഉണ്ടായിരുന്നു. ആ വാഗ്ദത്വത്തിന്റെ നിവർത്തി കർത്താവായ യേശുവിലൂടെ നിറവേറപ്പെട്ടു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് ഇപ്രകാരം എഴുതി, അബ്രഹാമിന്റെ സന്തതിക്കും വാഗ്ദത്വം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് വ്യാകരണപരമായി ഗ്രാമാറ്റിക്കലിനെ വിശദീകരിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്രേ പറഞ്ഞത്. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ. ദാവീദിനോട് പറഞ്ഞ ഉടമ്പടികളും യേശുവിന്റെ വംശാവലിക്കകത്ത് നിറവേറപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ വർഷങ്ങൾക്ക് പിറകിൽ അബ്രഹാമിനോട് പറഞ്ഞ, ദാവീദിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ യേശുവിന്റെ കാലമായപ്പോൾ അതുപോലെ നിറവേറിയെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം ശ്രവിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയാം. കാലങ്ങൾ ചിലത് കഴിഞ്ഞു പോയത് കൊണ്ട്, വർഷങ്ങൾ ചിലത് മുന്നോട്ട് പോയത് കൊണ്ട് ദൈവം പറഞ്ഞ ദൂത് നടക്കത്തില്ലെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആലോചിച്ച് നിരാശപ്പെട്ടും ഇരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന്റെ തെളിവുകൾ നിരത്തി വെച്ചിട്ട് പറയണം. പിശാച് നമുക്കെതിരെ അപ്രയം അവകാശവാദം ഉന്നയിക്കുമ്പോൾ, മനസാക്ഷി നമ്മെ അതിനകത്ത് ഒന്ന് പിന്തിരിപ്പിക്കുമ്പോൾ വചന തെളിവ് നിരത്തി വെച്ച് പറയണം. ഒരു മനുഷ്യനല്ല എന്നോട് വാക്കു പറഞ്ഞത്, പറയാൻ കഴിയാത്ത സർവശക്തനായ ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തത് കൊണ്ട് അത് അതുപോലെ നിറവേറുമെന്ന് ഇന്ന് രാത്രി നമുക്ക് പറയുവാനിടയാകണം. അടുത്തത്, ഇതൊരു മടങ്ങി വരവിന്റെ വംശാവലിയാണ്. യേശുവിന്റെ വംശാവലിയെ രണ്ടായി തിരിക്കുന്ന ഒരു സംഭവമാണ് ബാബേൽ പ്രവാസം. ഇസ്രായേൽ ജനത്തെ 3 ഘട്ടങ്ങളായി യെരൂശലേമിനെ തകർത്ത് ബാബിലോൺ ചക്രവർത്തിമാർ വന്ന് അവരുടെ ആലയം തകർത്ത്, നഗരത്തെ തകർത്ത്, ആരോഗ്യവും യൗവനവുമുള്ള ചെറുപ്പക്കാരെ എല്ലാം പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാകത്തില്ലെന്ന് അവരെല്ലാവരും ചിന്തിച്ച് വേവലാതിപ്പെട്ട സാഹചര്യങ്ങൾ ഇവരുടെ എല്ലാം ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. കടന്നുപോയ പ്രവാസത്തിൽ തന്നെ മരിച്ചു മാറ്റപ്പെടുമെന്ന് ഇവരെല്ലാവരും ചിന്തിച്ചൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതിന്റെ നടുവിൽ പിശാച് അല്ലെങ്കിൽ ശത്രു എങ്ങനെ അവരെ ഘട്ടം ഘട്ടമായി തകർത്തു കളഞ്ഞോ അതുപോലെ തന്നെ 3 ഘട്ടമായി ദൈവം ഇവരെ മടക്കി വരുത്തി. ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ, നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ, സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ 3 ഘട്ടമായി ഇവര് മടങ്ങി വരുവാനിടയായി തീർന്നു. ശത്രു എങ്ങനെ നമ്മെ പൊളിക്കാൻ പദ്ധതിയിട്ടോ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഘട്ടം ഘട്ടമായി മടക്കി വരുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ഈ വാഗ്ദത്തം ലഭിച്ച ജനം ഇപ്പോൾ കിടക്കുന്ന അവസ്ഥ ഏറ്റവും ഉണങ്ങിയ വരണ്ട അസ്ഥി കഷണങ്ങൾ പോലെ ചിതറിക്കിടക്കുകയാണ്. പക്ഷേ അതിന്റെ ഒടുവിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, വാഗ്ദത്തം നിവർത്തിക്കുവാൻ വേണ്ടി ശാവക്കുഴി തുറന്നവരെ പുറത്ത് കൊണ്ടുവന്നിട്ടാണെങ്കിലും ഞാൻ അവരെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയാം, നമ്മളൊരു രോഗിയായ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ റോഡിൽ ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ജീവന്റെ ഒരു കണികയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. പക്ഷേ വാഗ്ദത്തം തലയ്ക്ക് മീതെ കിടക്കുന്നതിന് വേണ്ടി അത് നിവർത്തിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവൻ പറഞ്ഞു മാറിയാലും, ശരീരം മണ്ണിൽ അഴുകി ചേർന്നാലും ആ ജീവൻ മടക്കി തന്ന് പ്രാണനെ തിരിച്ചു വിളിച്ച് വാഗ്ദത്തത്തിന്റെ നിവർത്തി നടത്താൻ നമ്മുടെ ദൈവം വിശ്വസിച്ച് വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ലിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. 6ാമത്തേത് ഒടുവിലത്തേതുമായ പ്രത്യേകത, മാനുഷിക മുൻഗണനകളെയെല്ലാം തള്ളിയ ഒരു വംശാവലിയാണ് യേശുക്രിസ്തുവിന്റെ വംശാവലി. ആ കാരണം ആദ്യജാതന്മാരുടെ പേരുകളായിരുന്നു അനുഗ്രഹം കൈമാറുവാൻ രേഖപ്പെടുത്തപ്പെട്ടിരുന്നുവെങ്കിലും യേശുക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് പലരും ആദ്യജാതന്മാരല്ല. ദൈവം ആ വ്യവസ്ഥയെ തിരുത്തിയെഴുതി. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നുകയും ചെയ്യും. അങ്ങനെ ദൈവത്തിന് നമ്മോട് കനിവ് തോന്നി ഇന്ന് രാത്രി നമ്മെ ഇവിടെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ വംശാവലിയുടെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. ഇതിന് നിഴലായി അല്ലെങ്കിൽ പൊരുളായി നമ്മുടെ എല്ലാം പേരുകൾ സ്വർഗത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം വായിച്ച കുറുവാക്യത്തിനകത്ത് സ്വർഗത്തിൽ പേര് ചാർത്തപ്പെട്ട ആദ്യജാതന്മാരുടെ സഭ എന്നാണ് നമ്മൾ വായിച്ചത്. നമ്മുടെ എല്ലാം പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു തന്റെ 70 ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ട് അവര് സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട്
പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പിൻ. കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും ഈ മൃഗത്തെ കണ്ട് അതിശയിക്കുന്നതായ സന്ദർഭങ്ങൾ കടന്നു വരും. ക്ലെമന്റിനെ പോലുള്ള ചിലരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടുവെന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നതായ സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്വർഗീയ രജിസ്റ്റർ ഉണ്ട്. അതിന് വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേര് ജീവ പുസ്തകം എന്നാണ്. എന്താണ് ജീവ പുസ്തകത്തിൽ പേര് വന്നില്ലെങ്കിൽ, നമ്മുടെ പേര് അതിനകത്ത് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം എന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയ ആ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം, ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഒരു സുപ്രധാന ന്യായവിധിയാണ് വെള്ളസിംഹാസന ന്യായവിധി എന്ന് പറയുന്നത്. ആ ന്യായവിധിക്കകത്ത് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ മരിച്ചവർ ആബാലവൃത്തം വന്നു നിൽക്കുന്നു. പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവർക്ക് എല്ലാവർക്കും അവരുടെ പ്രവൃത്തിക്കനുസരിച്ച ഒരു ന്യായവിധി ഉണ്ടായി. സ്വാഭാവികമായിട്ടും ആദ്യ പുസ്തകം മലാക്കി പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന സ്മരണയുടെ പുസ്തകമായിരിക്കാനാണ് സാധ്യത. ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ പരമാർത്ഥ ഹൃദയത്തെ തൊട്ടുണർത്തി ഞാൻ പറയാം, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു സ്മരണയുടെ പുസ്തകം എഴുതപ്പെടുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ വാക്കുകളുണ്ട്, നമ്മുടെ സങ്കടങ്ങളുണ്ട്, നമ്മുടെ കണ്ണുനീരിന്റെ അളവും അതിന്റെ കാരണവും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞൊരു കാര്യമുണ്ട്: എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കുടിപ്പാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിഫലം പ്രാപിക്കാതെ പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രതിഫലം അളക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്തതിനെല്ലാം പ്രതിഫലം അളക്കുന്ന ഒരു ദിവസമുണ്ട്. നമുക്കെല്ലാം നിസാര പ്രവൃത്തിക്ക് പോലും പ്രതിഫലം ഉണ്ടെന്ന് പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം നുരഞ്ഞു പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിന്റെ ഒരു മറുഭാഗം കൂടിയുണ്ട്. നമ്മൾ പറയുന്ന നിസാര വാക്കിനും കണക്ക് കൊടുക്കേണ്ടതായ ഒരു സമയം കൂടി വരുന്നുണ്ട്. നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെട്ട് വരേണ്ടതായ ഒരു സമയമുണ്ട്. അപ്പോൾ സ്മരണയുടെ പുസ്തകം അനുസരിച്ച് ആളുകൾക്ക് അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ച് ന്യായവിധി ദൈവം നൽകുമ്പോൾ, പ്രതിഫലങ്ങൾ കൊടുക്കുമ്പോൾ, ജീവപുസ്തകത്തിന്റെ പ്രത്യേകത അതിൽ പേരെഴുതി കാണാത്ത ഏവനെയും, നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഏതവരെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയുവാനിടയായി തീരും. നമുക്കിവിടെ പരിചിതങ്ങളായ നിരവധി ബുക്കുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. ഗിന്നസ് ബുക്ക് നമുക്കെല്ലാം പരിചിതമാണ്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ കൂടി വന്നിരിക്കുന്ന നമ്മുടെ ആരുടെയും പേര് ഗിന്നസ് ബുക്കിൽ കാണാൻ സാധ്യതയില്ല. കാരണം ഒരു ശരാശരി മനുഷ്യന് ചെയ്യാൻ അസാധ്യമായ കാര്യങ്ങൾ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി ചെയ്തെടുക്കുന്ന ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഗിന്നസ് ബുക്ക്. അതിനുവേണ്ടി ആളുകൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം മാറ്റിവെക്കാറുണ്ട്, അവര് സമയം വേർതിരിച്ച് പരിശീലനം നടത്താറുണ്ട്, അവർ ത്യാഗനിർഭരമായ ജീവിതം നയിക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ തങ്ങളുടെ പേരുകൾ ഗിന്നസ് ബുക്കിൽ നിന്ന് രേഖപ്പെടുത്തുന്നതിൽ മനുഷ്യൻ അഭിമാനം കൊള്ളുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിൽ ഒരാളുടെ പേര് വന്നാൽ അത് എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. തൊട്ടടുത്ത ദിവസമോ മണിക്കൂറോ നിമിഷമോ മറ്റൊരാൾ നമ്മുടെ റെക്കോർഡ് ഭേദിച്ചാൽ നമ്മുടെ പേര് മായ്ക്കപ്പെടുകയും പുതുതായി ആ റെക്കോർഡ് തിരുത്തി ആളുടെ പേര് അതിനകത്ത് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാം പരിചിതമായ ഒരു ബുക്കാണ് ഫേസ്ബുക്ക്. മുഖപുസ്തകം എന്ന് വേണമെങ്കിൽ അതിനെ മലയാളവൽക്കരിച്ച് പറയാം. നെറ്റ എന്നൊരു പുതിയ പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാം മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന പേര് ഫേസ്ബുക്ക് എന്ന് തന്നെയാണ്. അതിനകത്ത് പേരും മുഖവും ഇല്ലാത്തവരാരും ഇന്ന് രാത്രി ഇവിടെ കാണാനും സാധ്യതയില്ല. നമുക്ക് അതിനകത്ത് പോസ്റ്റുകൾ, നമ്മുടെ ഫോട്ടോസ്, റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് റീച്ചുകൾ വാരിക്കൂട്ടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃതിയുണ്ട്. പല ആളുകളും അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച ആളുകളുണ്ട്, കുന്നിൻ മുകളിൽ നിന്ന് കാൽവഴുതി വീണ് മരിച്ച ആളുകളുണ്ട്. ഇങ്ങനെ കഠിന ശ്രമം നടത്തിക്കൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം: ഫേസ്ബുക്ക് കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം 80s-ലും 90s-ലും ഒക്കെ ജനിച്ചു വളർന്ന നമ്മെ പോലുള്ളവർക്ക്, വസന്തങ്ങൾ എന്ന് പുതുതലമുറ വിളിക്കുന്ന നമ്മെ പോലുള്ളവർക്ക് ഓർക്കൂട്ട് പോലുള്ള സംവിധാനങ്ങൾ ഓർമ്മയുണ്ടായിരിക്കാം. ഓർക്കൂട്ടിന്റെ പ്രത്യേകത ആ സോഷ്യൽ മീഡിയയെ തള്ളിക്കൊണ്ടാണ് ഫേസ്ബുക്ക് പ്രചാരത്തിലായത്. ഇന്ന് ഓർക്കൂട്ട് നിലവിലില്ല. ഇന്നത്തെ യുവതലമുറ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരെ അമ്മാവന്മാരും അമ്മായിമാരുമായിട്ടും ഒക്കെയാണ് പരിഗണിക്കുന്നത്. പുതുതലമുറ ഇൻസ്റ്റഗ്രാം പോലുള്ള പുതിയ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ഫേസ്ബുക്ക് കാലഹരണപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയൊരു
ഒരു വ്യക്തി റെക്കോർഡ് ഭേദിക്കുമ്പോൾ പേര് മായ്ക്കപ്പെടാവുന്ന ഗിന്നസ് ബുക്കിലും പുതിയൊരു സോഷ്യൽ മീഡിയ സംവിധാനം രംഗത്ത് വരുമ്പോൾ കാലഹരണപ്പെട്ടു പോയേക്കാവുന്ന ഫേസ്ബുക്കിലുമൊക്കെ നമ്മുടെ പേരും മുഖവും വരുക നമ്മൾ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ആത്യന്തികമായ ദശാസന്ധിയെ നിർണയിക്കുന്ന ഒരു മനുഷ്യന്റെ നിത്യതയെ നിർണയിക്കുന്ന ജീവ പുസ്തകത്തിൽ പേര് വരുക നമ്മൾ എന്തു ചെയ്തു എന്ന് ഈ രാത്രി ഒന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. സ്വതന്ത്രം ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യിൽ തള്ളി. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് രണ്ടാം മരണം, രണ്ട് ജീവ പുസ്തകം. എന്താണ് രണ്ടാം മരണം എന്ന് വേഗത്തിൽ ഒന്ന് പറഞ്ഞാൽ ജീവപുസ്തകം എന്താണെന്ന് നിങ്ങൾക്ക് അല്പം കൂടി വ്യക്തത വേഗത്തിൽ കൈവരും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ത്രിവിധ ഘടകങ്ങളോട് കൂടിയാണ്. ദേഹം, ദേഹി, ആത്മാവ് അഥവാ ആത്മാവ്, പ്രാണൻ, ശരീരം. ഇതിൽ ദേഹം ലോകത്തെ അറിയുവാനും ലോകത്തിന് നമ്മെ അറിയുവാനുമായിരുന്നു. ദേഹി അവനവനെ അറിയുവാനും ആത്മാവ് ദൈവത്തെ അറിയുവാനും. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ സാഹചര്യം ഉണ്ടായപ്പോൾ മനുഷ്യന്റെ ദേഹം മരണത്തിന് വിധേയമായി തീർന്നു, ദേഹി വഷളായി തീർന്നു, ആത്മാവ് നിർജീവമായി തീർന്നു. എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം ഡിസൈൻ ചെയ്ത ശരീരത്തിന് മേൽ മരണത്തിന്റെ നിഴല് വീഴാൻ തുടങ്ങി. മനുഷ്യന് സ്വയബോധം നഷ്ടപ്പെട്ടു, സ്വത്വബോധം നഷ്ടപ്പെട്ടു, അവനവൻ ആരാണെന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. മൃഗത്തെക്കാൾ അധപ്പതിച്ച ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ മാറി. മനുഷ്യന്റെ ആത്മാവ് നിർജീവമായപ്പോൾ സത്യദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും കണ്ണിൽ കണ്ട എന്തിനേയും ദൈവമായിട്ട് ആരാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുകയുണ്ടായി. വിശുദ്ധ തിരുവെഴുത്തിന്റെ ഭാഷ അതുപോലെ കടമെടുത്തു പറഞ്ഞാൽ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള പക്ഷി, മനുഷ്യൻ, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. മരണത്തിന്റെ 3 തലങ്ങൾ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ആത്മീക മരണം, ശാരീരിക മരണം, നിത്യമരണം. മരണം എന്നാൽ വേർപാട് എന്നാണ് അതിന്റെ പ്രാഥമികമായിരിക്കുന്ന അർത്ഥമായി നമ്മൾ മനസ്സിലാക്കുന്നത്. വേർപെട്ടു പോകുന്ന ഈ അവസ്ഥ. എന്താണ് ആത്മീക മരണം? ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു മാറിയ, വേർപെട്ടു പോയ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് അകന്നു മാറിയ അനുഭവമാണ് ഒരു മനുഷ്യന്റെ ആത്മീക മരണം എന്ന് പറയുന്നത്. ഏദൻ പറുദീസയ്ക്കകത്ത് അതിന്റെ സ്വത്രം വെയിലാറുന്ന ശീതളത്വത്തിൽ വൈകുന്നേരങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു പദചലനം ഉണ്ടായിരുന്നു. എന്നാൽ സ്വത്രം ദൈവം മനുഷ്യനോടൊത്ത് സമയം ചെലവഴിക്കാൻ ഇറങ്ങി വരുന്ന ആ സമയങ്ങൾ പാപത്താൽ മനുഷ്യൻ എന്ന് പിടിക്കപ്പെട്ടു അന്ന് ദൈവത്തിൽ നിന്നും ഓടി അകന്ന് മരത്തിന്റെ മറവിൽ ഒളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നകന്ന്, ദൈവ സ്നേഹത്തിൽ നിന്നകന്ന്, കൂട്ടായ്മ ബന്ധത്തിൽ നിന്നകന്ന് മരത്തിന്റെ മറവിലും ഇരുട്ടിലുമൊക്കെ ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് ആത്മീക മരണം എന്ന് പറയുന്നത്. ആത്മീക മരണത്തിന്റെ ഫലമാണ് ശാരീരിക മരണം എന്ന് പറയുന്നത്. ശരീരത്തിൽ നിന്ന് ആത്മാവ് പറഞ്ഞു മാറുന്ന അനുഭവമാണ് ശാരീരിക മരണം. അപ്പോൾ ആത്മീക മരണം സംഭവിച്ചത് കൊണ്ടാണ് മനുഷ്യന്റെ ശാരീരിക മരണം ഉണ്ടായത്. ഒരു മനുഷ്യന്റെ ശാരീരിക മരണത്തെ കുറിക്കുന്ന മനോഹരമായ ഒരു പദം ശലോമോൻ ഇപ്രകാരം സഭാപ്രസംഗിൽ എഴുതി വെച്ചു: മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആയുസിന്റെ ചക്രങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ 3 ഭവനങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നതായി കാണാൻ കഴിയും. ഒന്നാമത്തെ ഭവനം ഒരു മാതാവിന്റെ ഉദരമാണ്. ഏതൊരു മനുഷ്യന്റെയും ഒന്നാമത്തെ ഭവനം അമ്മയുടെ ഉദരമാണ്. അതിനകത്ത് 9 മാസവും 9 ദിവസവുമാണ് മനുഷ്യൻ താമസിക്കുവാനായിട്ട് അനുവാദമുള്ളൂ. ദൈവം വെച്ച, പ്രകൃതി വെച്ച കാലക്കണക്ക്. അതിനപ്പുറത്തേക്ക് താമസിക്കാൻ ആഗ്രഹിച്ചാൽ ഒന്നുകിൽ സിസേറിയനിലൂടെ പുറത്തെടുക്കും, അല്ലെങ്കിൽ മരിച്ചു പുറത്തു വരേണ്ടി വരും. ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ്. അധ്വാന ഭാരങ്ങളില്ല, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ടില്ല, സുഖദുഃഖങ്ങളുടെ സമ്മിശ്ര വേലിയേറ്റമില്ല, എല്ലാം സന്തോഷമായി മുൻപോട്ട് പോകുന്നു. പക്ഷേ നിശ്ചയിക്കപ്പെട്ട പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് ഒന്നാമത്തെ ഭവനത്തിൽ താമസിക്കാൻ കഴിയത്തില്ല. ഒന്നാം ഭവനത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തു വരുന്ന പ്രക്രിയക്കാണ് നമ്മൾ ജനനം എന്ന് പേർ വിളിക്കുന്നത്. ഏതൊരു മനുഷ്യന്റെയും രണ്ടാമത്തെ ഭവനമാണ് ഇഹലോകവാസം. ഒന്നാമത്തെ ഭവനത്തിൽ ജീവിക്കാൻ ഒരു കാലക്കണക്ക് ഉണ്ടായിരുന്നതുപോലെ രണ്ടാമത്തെ ഭവനത്തിലും ജീവിക്കാൻ മനുഷ്യന് ഒരു കാലക്കണക്ക് ദൈവം വെച്ചിട്ടുണ്ട്. 1000ഓളം വർഷങ്ങളൊക്കെ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ നോഹയുടെ കാലമായപ്പോൾ 120 വർഷമാക്കി ദൈവം മനുഷ്യന്റെ ആയുസിനെ വെട്ടിക്കുറച്ച്. മോശയുടെ കാലമായപ്പോൾ 70 ഏറെയായാലും 80 എന്നൊരു കാലത്തിലേക്ക് വന്നു. ഇന്ന് മനുഷ്യന്റെ ആയുസ് വീണ്ടും ശരാശരിയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവവചനം വിശ്വസിക്കുന്ന, വചനം ചുമക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാ, ദൈവം നമുക്ക് തന്നൊരു വാഗ്ദത്തമാണ് ദീർഘായുസ് എന്ന് പറയുന്നത്. വചനത്തിന്റെ ഒരു വാഗ്ദത്തമാണ്. എന്താണ് ദീർഘായുസ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പദ്ധതികൾ, നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും എന്നതാണ് ദീർഘായുസ്.
100-ൽ പരം വർഷങ്ങൾ ജീവിക്കുന്നവല്ല, നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളുടെ തികവ് കാണും വരെ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് നമുക്ക് സധൈര്യം പറയാൻ കഴിയണം, പിശാചേ നീ എത്ര തട്ടിട്ട് തുള്ളിയാലും, പത്മോസിന്റെ പാറപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞാലും, ബേത്ശേബയുടെ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കേണ്ടി വന്നാലോ, എന്റെ ആയുസ്സിനെ തൊട, ദൈവം വെച്ച എന്റെ ആയുസ്സിനെ തൊട നിനക്ക് കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി നമുക്ക് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ കഴിയും. നമ്മുടെ ആയുസ് തമ്പുരാന്റെ കരത്തിലായിരിക്കുന്നത്. രാത്രി ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് എല്ലാ മരണവും ആയുസത്തിയുള്ള മരണമല്ല, അകാല മരണങ്ങൾ സംഭവിക്കാറുണ്ട്. ബെഥാനിയിലെ ലാസറും നയീനിലെ വിധവയുടെ മകനും യായിറോസിന്റെ മകളുമൊക്കെ ആയുസ് തികഞ്ഞ മരിച്ചതെങ്കിൽ കർത്താവ് പിന്നെയും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ലായിരുന്നു. എന്നാൽ അവർ പിന്നെയും ആയുസ് തികഞ്ഞ് മരിച്ചപ്പോൾ കർത്താവ് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചുമില്ല. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാകാം, ആയുസിന്റെ പാതിയിൽ എടുത്തു കളയാൻ പരിശ്രമിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ വ്യാപാരങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമ്മെ പലപ്പോഴും ആ രീതിയിൽ തകർത്തു കളയാൻ ശ്രമിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ തൊടുന്ന, രോഗമിട്ട് നമ്മുടെ ആയുസിനെ തകർക്കാൻ ശ്രമിക്കുന്ന, അപകട മരണങ്ങളിലേക്ക് തള്ളിയിടുന്ന, ആത്മഹത്യാ പ്രേരണ ഇട്ടുതന്ന് ജീവിതത്തിന്റെ പാതിയിൽ വെച്ച് എടുത്തു കളയാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക മേഖലകളെയും ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ദൈവം തന്ന അധികാരത്തിൽ ആശ്രയിച്ച് ഇന്ന് രാത്രി ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം ഇന്ന് രാത്രി ഇറങ്ങട്ടെ, മാനസിക സമ്മർദ്ദങ്ങൾ അഴിഞ്ഞു മാറട്ടെ, നിരാശകൾ ഇന്ന് രാത്രി നമ്മെ വിട്ടുമാറട്ടെ. ദൈവിക സൗഖ്യം, ദൈവിക സമാധാനം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വ്യാപരിച്ചു തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ ശാരീരിക മരണം, നമുക്ക് ഈ മനോഹര ഭൂമിയിൽ എത്ര കാലം ജീവിക്കാൻ ആഗ്രഹിച്ചാലും അത് സാധ്യമാകത്തില്ല. ഇവിടെ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സമയമുണ്ട്, അതിന്റെ പേരാണ് മരണം എന്ന് പറയുന്നത്. ശാരീരിക മരണം. മൂന്നാമത്തേത് നിത്യമരണമാണ്. നിത്യമരണം. സ്വതന്ത്രന് മുമ്പ് മനുഷ്യന്റെ മൂന്നാമത്തെ ഒരു ഭവനം കൂടിയുണ്ട്, അത് ശവക്കല്ലറയാണ്. നമ്മളവനെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമെന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നാൽ ശവക്കല്ലറ ഒരു മനുഷ്യന്റെ അന്ത്യവിശ്രമമല്ല, അവസാന പോയിന്റ് അല്ല. ശവക്കല്ലറ ഭേദിച്ച് മനുഷ്യൻ പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. ബൈബിൾ പറയുന്നു, കല്ലറയിലുള്ളവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ ചിലർ ജീവനായും ചിലർ നാശത്തിന് നിത്യശിക്ഷാവിധിക്കായും എഴുന്നേറ്റ് വരുന്ന ഒരു സമയമുണ്ട്. നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യനിദ്രയ്ക്കായും ചിലർ നിത്യനിന്ദയ്ക്കായും ചിലർ നിത്യജീവനുമായി എഴുന്നേറ്റ് വരും. ഒന്നാമത്തെ പുനരുത്ഥാനം. രണ്ടാമത്തെ പുനരുത്ഥാനം, മരിച്ചവർ ആപാലവൃത്തം വെള്ളസിംഹാസന ന്യായവിധിക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന രാത്രി ഞാൻ പറയട്ടെ, ശവക്കല്ലറയും നമ്മുടെ അവസാന പോയിന്റ് അല്ല, അതിനെ ഭേദിച്ച് പുറത്തു വരും. അതിന് പറയുന്ന പേരാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ മരണത്തിന്റെ മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് മനുഷ്യന്റെ നിത്യമരണമാണ്. നിത്യമരണം. ഇനി ഒരിക്കൽ പോലും കർത്താവിനോട് ചേരാൻ കഴിയാതെ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപിരിയുന്ന അനുഭവമാണ് നിത്യമരണം എന്ന് പറയുന്നത്. ആത്മീക മരണം സംഭവിച്ചാലും മടങ്ങി വരാൻ അവസരമുണ്ട്. പക്ഷേ നിത്യമരണം സംഭവിച്ചാൽ, അഥവാ ആത്മീക മരണം സംഭവിച്ച ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ ശാരീരിക മരണത്തിന് വിധേയപ്പെട്ടാൽ ആ വ്യക്തി ചെന്നെത്തുന്ന അവസ്ഥയാണ് നിത്യമരണം എന്ന് പറയുന്നത്. പിന്നീട് ഒരു മടങ്ങി വരവില്ല. അതുകൊണ്ട് നമ്മുടെ ശാരീരിക മരണം സംഭവിക്കുന്നത് വരെയേ നമുക്ക് രക്ഷയ്ക്ക് അവസരമുള്ളൂ. രക്ഷയുടെ ഏക പ്രത്യാശയാണ് ഞാൻ തള്ളിയതെന്ന തിരിച്ചറിവിൽ പിന്നീട് നിത്യകാലം വിലപിക്കാമെന്നല്ലാതെ മരണശേഷം മാനവരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു സംവിധാനവും ഒരുക്കപ്പെട്ടിട്ടില്ലെന്ന് വിശുദ്ധ ബൈബിൾ ആധികാരികമായിട്ട് വിളിച്ചു പറയുകയാണ്. അപ്പോൾ മനുഷ്യന്റെ മൂന്നാമത്തെ മരണം നിത്യമരണമാണ്. തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ ദൈവത്തിൽ നിന്നും എന്നേക്കുമായിട്ട് അകന്നു പോകും. അതുകൊണ്ട് ആത്മീക മരണം സംഭവിച്ച മനുഷ്യൻ അങ്ങനെ തന്നെ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിച്ചില്ല. ദൈവം മനുഷ്യനെ സ്നേഹിച്ചതുകൊണ്ട് മനുഷ്യന് ആത്മരക്ഷയ്ക്ക് വേണ്ടി, ആത്മീക ജീവൻ പ്രാപിക്കുവാൻ വേണ്ടി, ആത്മീക മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുവാൻ വേണ്ടി ദൈവം ഒരു വഴി തുറന്നു വെപ്പാനായിട്ട് ഇടയായി തീർന്നു. ഒരു മാർഗം ദൈവം ഒരുക്കി വെച്ചു. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ ക്രൈസ്തവ സഭയുടെ സ്ഥാപന ദിനങ്ങളിൽ ഒന്നിൽ പത്രോസ് അപ്പസ്തോലൻ വിളിച്ചു പറഞ്ഞ അതേ വാക്കുകൾ ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തെ സാക്ഷി നിർത്തി ദൈവദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് സുവിശേഷകന്മാർ എന്ന നിലയിൽ ആകാശം മുട്ടുന്ന അഭിമാനത്തോടെ ശാന്തൻപാറ പട്ടണത്തോട് വിളിച്ചു പറയുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ലേ ഇല്ല. ഒരൊറ്റ നാമമേയുള്ളൂ, അതേശുവിന്റെ നാമമാ. ഇതൊന്ന് വിളിച്ചു പറയാൻ വേണ്ടിയാ ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ വളരെ പ്രയാസപ്പെട്ട് പ്രതികൂല കാലാവസ്ഥകളുടെ നടുവിലും
ഇങ്ങനെയൊരു സുവിശേഷ യോഗം ക്രമീകരിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ മാനവരാശിക്ക് രക്ഷയുള്ളൂ എന്ന ഒരു വലിയ സന്ദേശം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. സ്വർഗത്തിന്റെ മണിമകളും വിട്ട് മഹത്വത്തിന്റെ മേൽവസ്ത്രം അഴിച്ചു വെച്ച് മഹീതലത്തിലേക്ക് ഇറങ്ങി വന്ന് മറിയയുടെ ഉദരത്തിൽ മനുഷ്യക്കുഞ്ഞായി ഒതുങ്ങിക്കിടക്കുകയും 30 വർഷം ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്ത് ഒടുവിൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ഗിരിശൃംഗത്തിന്റെ പെരുമാറിൽ ഉയർത്തി നാട്ടിയ മരക്കുരിശിൽ സ്വന്തം തോളിൽ തലചായ്ച്ച് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്ത് മരണം ആസ്വദിക്കുകയും അടക്കം ചെയ്യപ്പെട്ട് 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അടിമയാക്കി റോമൻ ഗവൺമെന്റിന്റെ സപ്തരാജ മുദ്രകളെ ഭേദിച്ച് അരിമത്തിയിലെ കല്ലറയതിനെ ഉടയവന് മടക്കി കൊടുത്ത് കർത്താവായ യേശു ഉയർത്തെഴുന്നേൽപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പുനരുത്ഥാനത്തിന് തെളിവ് നൽകിയതിനു ശേഷം ഒടുവിൽ ഒലിവുമലയിൽ 70 ശിഷ്യഗണങ്ങളുടെ മുൻപിൽ വെച്ച് മേഘത്തിൽ ഉയരത്തിലേക്ക് കയറിപ്പോകുകയും കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ പുനരാഗമിക്കുന്നവനുമായ കർത്താവായ യേശു എന്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ദേശനിവാസികളെ, ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ, സ്വർഗത്തിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കകത്ത് നിങ്ങളുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അതിനുള്ളൊരു അവസരമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പുകയിലേക്കും വ്യാസലഹരിക്കും അടിമപ്പെട്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിനകത്തു നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു നാമമുണ്ട്. അത് യേശുവിന്റെ നാമമാണ്. നിങ്ങളുടെ പേര് ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു കാര്യം പറയാം, ഇത് തികച്ചും സൗജന്യമാണ്. ഇതിനു വേണ്ടി പണച്ചെലവുകളില്ല, ഇതിന് കായികാധ്വാനങ്ങളില്ല, തിരിയളിക്കേണ്ട, തീർത്ഥാടനം നടത്തേണ്ട, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട, പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ട. നിങ്ങളെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ, നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്റെ പാപത്തെ ക്ഷമിച്ച് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, അങ്ങയെ ഞാൻ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു, ഏറ്റുപറയുന്നു എന്ന് നിങ്ങൾ വിളിച്ചു പറയുന്ന ഏറ്റുപറയുന്ന ആ സമയത്ത് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ആത്മാവ് ജീവൻ പ്രാപിക്കുകയും നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രി ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പകയിൽ തള്ളിയിടുമ്പോൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടാതിരിപ്പ് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി, കർത്താവിന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി, സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതപ്പെട്ടവരായി നിൽപ്പാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനു വേണ്ടി സമയം അനുവദിച്ച പ്രിയപ്പെട്ടവർക്ക്, ഈ അവസരങ്ങൾ ഒരുക്കിയ പ്രിയപ്പെട്ടവർക്ക് ദൈവനാമത്തിൽ നന്ദി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.